എടാ എല്ലാരും പെട്ടെന്ന് പറഞ്ഞ എനിക്കൊരു കാര്യം സംസാരിക്കാൻ. ഫ്രണ്ട് വരുന്നവര് വന്നാൽ മതി, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് വരുന്നവര് വരാത്തവര് വരണ്ട. അമ്മാര് ഞാൻ ബെഞ്ചിൽ തന്നെ കിടന്നാൽ മതി. എനിക്ക് നിക്കാൻ വയ്യ. എടാ നമ്മള് ഞാൻ റെഡി പറയാൻ എന്നിട്ട് ഇങ്ങോട്ട് വന്നേ, ബാക്കിയുള്ള ഇങ്ങോട്ട് വന്നേ. എടാ നമ്മളിപ്പോ ഓൾറെഡി ഇവിടെ വന്നിട്ട് സിറ്റുവേഷൻ ഒന്നും ആരും നമ്മളോട്ട് എടുക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. അത് നമുക്കറിയാം. വരുന്നവരെല്ലാരും ഒഴിഞ്ഞു മാറി കൂടെ, അല്ലെങ്കിൽ മറ്റേ F8 അടിച്ച് ഇറങ്ങി പോക്ക് ഇതൊക്കെ തന്നെയാണ്. പക്ഷെ എന്നും പറഞ്ഞ് നമ്മളെ മറ്റേ 2, 3, 4 ദിവസമൊക്കെ മുമ്പത്തുള്ള സിറ്റുവേഷന്റെ പേരിൽ നമ്മള് പെട്ടെന്ന് ഒരു ഗ്യാങ്ങിനെ കാണുമ്പോൾ ഉടനെ പോയി അങ്ങോട്ട് പോയി വള്ളി അങ്ങ് ഡയറക്റ്റ് പോയി എടുക്കുന്നത് വേണ്ട. മനസ്സിലായോ? നമുക്ക് അന്നേരം ഇപ്പൊ തലേ ദിവസം സിറ്റുവേഷൻ ഉണ്ട്, കണ്ടിന്യൂഷൻ ഒക്കെയാണ് ഓക്കെ. അല്ലാണ്ട് ഈ കുറെ ദിവസം മുമ്പായിട്ട് പോയിട്ട് സിറ്റുവേഷൻ എടുത്തോ, പക്ഷെ ഒരു വാലിഡ് റീസൺ വരുമ്പോൾ എടുക്കുക. അല്ലാണ്ട് വെറുതെ പോയി അങ്ങോട്ട് നിന്നിട്ട് വണ്ടി കൊണ്ട് ഇടിച്ച് നമുക്ക് അങ്ങനെ സിറ്റുവേഷൻ വേണ്ട. അത് ഇത്തിരി ശോകമാണെന്ന് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായത്? അത് ഞാൻ എൻ്റെ ആരും ഉൾപ്പെടെ ഞാനും ആണെങ്കിലും ഇപ്പൊ വെറുതെ വരുന്ന വണ്ടിയെല്ലാം എടുക്കാൻ പറ്റുന്നൊരു മൈൻഡിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അത് വേണ്ട. നമുക്ക് ശോകമുള്ളവന്മാരെ നോക്കി വെച്ചിരിക്കുന്നോ, ആരെയും വിടണമെന്നല്ല ഞാൻ പറഞ്ഞ. ഒരു നല്ലൊരു റീസൺ കിട്ടുമ്പോൾ ആ റീസൺ വെച്ചിട്ട് സിറ്റുവേഷൻ എടുത്തോ. അല്ലാണ്ട് പഴയ ഒരു 5 ദിവസം മുമ്പ് അമ്മമാരെ നമ്മളോട് അല്ലെങ്കിൽ ഒരു 6 ദിവസം മുമ്പ് കാണിച്ചതിൻ്റെ പേരിൽ നമ്മൾ ഡയറക്റ്റ്ലി അമ്മമാരെ കാണുമ്പോൾ നേരെ പോയി വണ്ടി ഇടിച്ചിട്ടോ അങ്ങനെ പോയി അങ്ങോട്ട് പോയി ചൊറിഞ്ഞ ആ സിറ്റുവേഷൻ എടുക്കണ്ട. അത് വേണ്ട കേട്ടാ. അത് ഇച്ചിരി ഇതായിപ്പോവും, ശോകമായിട്ട് തോന്നൂടാ. അത് വേണ്ട. നമ്മളൊരു ലെവലിന് താഴോട്ട് പോകണ ഒരു ഫീലാണ്. മനസ്സിലായത്? നമ്മൾ അങ്ങനെ ഇന്നവരെ നമ്മൾ അങ്ങനെ പോയി സിറ്റുവേഷൻ എടുത്തിട്ടില്ല. ഒരു പ്രോപ്പർ റീസൺ ഉണ്ടെങ്കിൽ നമ്മൾ പോയി അങ്ങോട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ എടുക്കുന്നതല്ലാണ്ട് വെറുതെ പോയി നമ്മൾ വണ്ടി ഇടിച്ച് അങ്ങനെ സിറ്റുവേഷൻ എടുക്കുന്നത് കുറവാണ്. അപ്പം നിങ്ങൾ അല്ലാണ്ട് നോർമലി സംസാരിച്ച് നിൽക്കുമ്പോൾ ചൊറിയാവുന്നതോ അങ്ങനെയൊക്കെ ആവുന്നതോ അങ്ങനെ അതിന് ശേഷമുള്ളതോ അല്ലെങ്കിൽ അവരായിട്ട് വന്ന് വെറുതെ വണ്ടി ഇടിച്ച് ചൊറിയുന്നതായിട്ട് തോന്നുമ്പോഴൊക്കെ എടുക്കുന്ന സിറ്റുവേഷൻ എടുത്തോ. നമ്മളായിട്ട് ഇപ്പോൾ അമ്മരെ കണ്ട ഉടനെ അന്ന് അവന്മാരെ പോയി ചൊറിയാ അന്ന് പറഞ്ഞു പോകണ്ട. ഒരു കുറേ ദിവസം മുമ്പത്തെ കാര്യത്തിന് വേണ്ടിയിട്ട്. ഓക്കെ? ലേറ്റ് നിൽക്കുന്നവരെ നമ്മള് വെറുതെ, അതാണ് അത് സത്യം. അത് ഈ വെറുതെ കണ്ടവന്മാരെ അടി നമ്മൾ മേടിക്കണ്ട. മനസ്സിലായില്ലേ? നമുക്ക് അങ്ങനെ മേടിക്കണ്ട. അത് നമ്മളെ മനസ്സിലായി. നമ്മളിങ്ങനെയൊക്കെ നിൽക്കുമ്പോഴേ അവരെ ഒന്ന് അടിക്കാൻ വരത്തുള്ളൂ, പിന്നെ വരത്തൂല. അപ്പൊ നമുക്കത് മൈൻഡിൽ കിടക്കും, ഷോക്കായിട്ട് കിടക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ തത്സമയം പറഞ്ഞ സമയത്ത് വേറെ ഒരുത്തരും കുണക്കത്തൂല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. സേഫ്സോന്റെ അകത്തുനിന്നുള്ള ഗുണേ ഉള്ളൂ. സേഫ്സോന്റെ അകത്തുനിന്നുള്ള ഗുണേ ഉള്ളൂ. വെളിയിൽ ഇറങ്ങൂല. എന്തിനു വന്നാലും അവർക്ക് ഇനി ബാൻ കിട്ടിയാലും കുഴപ്പമില്ല, അകത്ത് തന്നെ ഇരിക്കും. അല്ല, അതാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് മനസ്സിലായില്ലേ, നമ്മൾ അതിന് വേണ്ടിയിട്ടേ നമ്മൾ എല്ലാ എൻഡി ഗ്യാങ്ങുകളെയും പോലെ നമ്മളാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം മറ്റേ നമ്മളത് ഭയങ്കര ഓവറായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നൊരു ഫീൽ വന്നറാ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം സ്നൈപ്പിന്റെ അടുത്ത് ഞാൻ മറ്റേ സ്നൈപ്പിന്റെ ഇത് മറ്റേ തലസിപ്പോട്ട് ഞാൻ പറഞ്ഞിരുന്നു. യവന് കണ്ണാപ്പിയും കൂട്ടി എനിക്ക് തന്നെ ഇതായിപ്പോ എന്തിനാണെങ്കിൽ എവര് ചുമ്മാ പോയിട്ട് മൾട്ടിപ്പിൾ ഗ്യാങ് സിറ്റുവേഷൻസ് എടുക്കുക. ഒരു 4-5 അതാണ് ഞാനും പറഞ്ഞത്. മനസ്സിലായത്? നമ്മളിപ്പം അന്ന് ഒരാഴ്ച മുമ്പ് സീനുള്ള ഗ്യാങ്ങിന്റെ അടുത്താണേലും നമ്മൾ കണ്ട ഉടനെ അന്നത്തെ സീനില്ലേ എന്നാ ഇമ്മാരുടെ ചോറ അങ്ങനെ എടുക്കണ്ട. നമുക്ക് സിറ്റുവേഷൻ വരുമ്പോ നമുക്ക് എടുക്കാം. നമുക്ക് പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ പറഞ്ഞ ഇവിടത്തെ സിറ്റിയിൽ വാർ എടുക്കാനായിട്ട് ഗ്യാങ്ങുകൾ വരുന്നില്ല. അത് സത്യമാണ്. അത് സിറ്റുവേഷൻസ് പൊതുവെ കുറവാണ്. അത് സത്യമാണ്. പക്ഷെ നമ്മളായിട്ട് പോയി അങ്ങനെ ഇതാക്കണ്ട. അത്രേ ഉള്ളൂ. എന്നാ എൽഫെയർ സ്നൈപ്പിനെ കൊന്നു വെച്ച് എടാ, അതാണ് പറഞ്ഞത്. അത് കിട്ടും, നമുക്ക് സിറ്റുവേഷൻ വരും, അപ്പൊ എടുക്കാം. എടാ, ആർക്കും ഞാൻ പറയുന്ന ആരും റോങ് ആയിട്ട് എടുക്കരുത്. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് പറയുന്നത്. ആരും ഞാൻ പറയുന്നത് റോങ് ആയിട്ട് എടുക്കരുത്. നിങ്ങൾ ആരും ചെയ്ത് തെറ്റെന്നൊന്നും പറഞ്ഞ് അങ്ങനെ പറയല്ല. പക്ഷെ നമ്മളിങ്ങനെ എല്ലാ ഗ്യാങ്ങുകളെയും പോലെ ആകുന്നവരെ തോന്നി. അതുകൊണ്ടാണ് പറഞ്ഞത്. മനസ്സിലായത്? നമ്മള് വരുന്നതും പോണതും എല്ലാം പോയി ചുമ്മാ നമ്മളായിട്ട് പോയി മറ്റേ എടുക്കുന്നത് പോലെ തോന്നി. നിങ്ങളെ അടിച്ചിട്ട് ഒരു ഗ്യാങ് അടിക്കുക കൊല്ല ഇതാര് മിണ്ടാതെയൊക്കെ പോടും മുണ്ടച്ചീനൊക്കെ. എടാ, ഇപ്പൊ നമ്മുടെ അടുത്ത് ശോകമുള്ള ഗ്യാങ് ഒന്ന് ടോക്കിയോ ആദ്യം അവന്മാരുടെ സിറ്റുവേഷൻ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ? അവന്മാർക്ക് അടി എന്തായാലും കൊടുക്കണം. കാരണം അവന്മാർക്ക് എന്തായാലും മുട്ടം കഴപ്പ് കാണിച്ചു. അത്
അത് നമുക്ക് എന്ന് കിട്ടുമെന്ന് നോക്ക്. അതിന്റെ ഇടയിൽ നമ്മൾ വേറെ അങ്ങോട്ട് ഇപ്പൊ എടുക്കണ്ട. ഓക്കെ, അവന്മാരെ അവന്മാർ നാളെ വരുമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ നാളെ അവന്മാരെ എടുക്കുക. അതല്ല നമ്മളായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഇങ്ങോട്ട് വേറൊരു കേക്ക് വന്നു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് എടുക്കാം. നമുക്കത് ആലോചിച്ചിട്ടുണ്ട് സാറൊക്കെ. ഇപ്പൊ ഒരു 2-3 വാറായി നമ്മളായിട്ട് വാറൊക്കെ അടുത്ത ദിവസം കേറത്തില്ല. അടുത്ത ദിവസം അവന്മാര് മറ്റേ ഇറങ്ങും. പേടിയാണെങ്കിൽ അങ്ങനെ പറയണം, അല്ലെങ്കിൽ കളിക്കാൻ അങ്ങനെ. ഇതൊരുപാട് ആനയുടെ ഇവിടെ പറ്റാതായപ്പോഴത്തേക്ക് ഇറങ്ങി പോണോലുണ്ട്. എനിക്ക് നമുക്ക് അങ്ങനെയാണ് തോന്നണത്. പുറത്തിരുന്ന് കാണുന്നുണ്ടെന്ന് അറിയാം, അതുകൊണ്ടാണ് പറയണത്. പിന്നെ അതേപോലെ നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ഏതെങ്കിലും സിറ്റുവേഷനിൽ ആരും കൊന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും തിരിച്ചു കൊടുക്കും. മനസ്സിലായി? അത് അല്ലാണ്ട് വിട്ടിട്ട് നമ്മള് മറ്റേ പിന്നെ അമ്മമാര് മറന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് അങ്ങനെയല്ല. നമ്മളത് എപ്പോഴും കൊടുക്കും. അത് ഏത് ഗ്യാങ് ആണേലും. അല്ലാതെ നമ്മൾ ഒരു ഗ്യാങ്ങിന് ഇങ്ങനെ വെറുതെ ഇതുവരെ ഒരു സിറ്റുവേഷൻ എടുത്തിട്ട് നമ്മളടുത്ത് ചൊറിഞ്ഞിട്ട് പോയി ഒരാളും വിട്ടിട്ടില്ല. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു കറക്റ്റ് ഒരു ചാൻസ് കിട്ടും. ആ ചാൻസിൽ നമുക്ക് തിരിച്ചു കൊടുക്കാം. അത്രേ ഉള്ളൂ. ഞാനിനി പറയാം, ഇപ്പം ഇന്ന് സിറ്റുവേഷൻ എടുത്തിട്ട് നാളെ മുണ്ടി ആക്കാനായിട്ട് അങ്ങനെ പോണവന്മാരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നാമത്തെ കാര്യം. പക്ഷേ ഇന്നിപ്പോൾ ഒരു ഗ്യാങ് നമ്മളൊന്ന് ചൊറിഞ്ഞിട്ട് നാളെ നമ്മളത് വെറുതെ അടുത്ത ദിവസമായിട്ട് നമ്മൾ കാണാത്ത പോലെ ഇരിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ അടുത്ത എത്രയും പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ അത്ര ആ സിറ്റുവേഷൻ തിരിച്ച് മീൻസ് അവരെയുള്ള സിറ്റുവേഷൻ എടുക്കുക, തീർക്കുക. അങ്ങനെ പോവാ. അല്ലാണ്ട് ഈ ഒരാഴ്ചയൊക്കെ വെച്ച് മനസ്സിലായി വൈകി അല്ലെങ്കിൽ 2 ആഴ്ച വൈകിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആ സിറ്റുവേഷൻ്റെ പിറകെ ഇങ്ങനെ നടക്കുമ്പോൾ അത് ഇച്ചിരി ശോകം പോലെ തോന്നി. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എന്തായാലും ബാക്കി ഇപ്പം ലിസ്റ്റിലുള്ള ഗ്യാങ്ങുകളെല്ലാം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ടോക്കിയുടെ കാര്യം എന്തായാലും തീർക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഇങ്ങനെ കറക്റ്റായിട്ട് വരുമ്പോഴത്തേക്ക് ഓരോ സിറ്റുവേഷൻ ചെയ്ത് നടക്കാം. ഓക്കെ, അങ്ങനെയല്ല. ഇന്നിപ്പോ ഒരാളൊന്ന് ചോറിഞ്ഞാലും നമ്മൾ അടിക്കും. അങ്ങനെ ഇന്ന് അടിയില്ലെന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമ്മള് വെറുതെ ഇപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയണേ, പിന്നെ ഈ സേഫ് സോണിന്റെ അകത്ത് അധികം നേരം ഈ മനസ്സിലായില്ലേ ഇങ്ങനെ ഈ ഗ്യാങ്ങുകൾ നിൽക്കുമ്പോ അവിടെ പോയി കറങ്ങി നമ്മള് അങ്ങനെ ഒന്നും സിറ്റുവേഷൻ എടുക്കണ്ട. സ്നൈപ്പറിയുടെ ഉദ്ദേശിച്ചത് സേഫ് സോൺ ഇത് ആര് നീ മോശമാണോ അണ്ണാ? നീ മോശമാണ്. നീ പണ്ടേ അണ്ണനാണല്ലോ. പിന്നെ നീ പറയണ്ട. ഞാൻ പിന്നെ ഇങ്ങനത്തെ ചീള് വള്ളി പിടിക്കല. ഞാൻ പിടിച്ചത് നല്ല വള്ളിയുള്ളൂ. അതെ. നീ പിടിച്ച ഒരു വള്ളിയുടെ 2 വർഷം കേവിയായിട്ട് നമ്മൾ ഉണ്ടായിരുന്നത്. ചീള് വള്ളി എന്ന് ഒരിക്കലും ഞാൻ പറയൂല. അത് ഇവിടെ ചില വള്ളി ഞാൻ പിടിച്ച വള്ളിയൊക്കെ നല്ല ഡ്യൂറേഷൻ കിടിലൻ സിറ്റുവേഷൻ ആയിട്ട് പോയിട്ടില്ല. അതെ. ബാക്കിയുള്ളവരെ കാരണം അത് ഇവിടെ പണിക്കാരനായിട്ട് വന്നാണ് ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. നീ നിന്റെ അടുത്ത് ഗ്യാങ് ഡ്രസ് ഇടണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നീ ഗ്യാങ് ഡ്രസ് ഇട്ടോ. പക്ഷെ ഇട്ടിട്ട് ഇനി ഒരു വട്ടം ഇനാക്റ്റീവ് ആവുകയാണെങ്കിൽ ഞാൻ അത് ഊരി മേടിക്കും. അത്രേ ഉള്ളൂ. മനസ്സിലായ? ഇനി നീ എന്നാണോ ഇനാക്റ്റീവ് ചെയ്യുന്നത് അന്ന് ഞാൻ അത് ഊരി മേടിക്കും. മനസ്സിലായ? നിനക്കിപ്പോ ഉള്ള സമയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വാസ് വന്നിട്ടില്ല. വാസ് വന്നാൽ പിന്നെ ഇപ്പൊ തന്നെ നിന്റെ അടുത്ത് ഇറങ്ങിക്കോളാൻ പറയും. അത് വേറെ കാര്യം. പക്ഷെ ആ ഗ്യാപ്പ് ഇപ്പൊ ഉള്ള സമയം കൊണ്ട് ആ ഡ്രസ് ഇപ്പൊ പോവാത്ത ഇതുവരെ അത് പോവാത്തടത്തോളം കാലം അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കാൻ പറ്റും. ഇപ്പൊ വരുന്ന ടൈം അതാണ് നിനക്കുള്ള ആകെയുള്ള നല്ല സമയം. അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യും. ഓക്കെ, ഞാൻ ഇപ്പൊ ഇവിടെ ഒരു മീറ്റിംഗ് വെച്ച് കാര്യം പറഞ്ഞതിന്റെ റീസൺ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 3-4 വർഷമായിട്ട് കൊണ്ടുവരുന്ന രീതിയുണ്ട്. അതിൽ നിന്ന് നമ്മൾ മാറിപ്പോണ പോലെ എനിക്ക് കണ്ടിട്ട് തോന്നി. മനസ്സിലായ? സിറ്റുവേഷൻ എടുക്കേണ്ടതൊന്നും അല്ല പറഞ്ഞത്. നിങ്ങൾക്കിപ്പം സത്യം പറഞ്ഞാൽ ഞാൻ പറയില്ല, ഒരു ഓപ്പൺലി ഞാൻ പറയണം, നമ്മുടെ ഓഡിയൻസിൽ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ RP കാണാൻ ഒന്നും താല്പര്യമില്ല. ഫൈറ്റ് കാണാനാണ് താല്പര്യം. അപ്പൊ നമ്മൾ തന്നെ അങ്ങനെ ലൈക്ക് വെറുതെ ഈ വേണ്ട ആവശ്യത്തിനുള്ള സിറ്റുവേഷൻസ് വേണം. അത് വേണ്ടെന്നല്ല, നമ്മൾ പണ്ട് എടുക്കുമായിരുന്നു. ഇപ്പോഴും പക്ഷെ ഡെയിലി വെറുതെ ഇങ്ങനെ സിറ്റുവേഷൻസ് കൂടിക്കൊണ്ടിരിക്കുക. അതും നമ്മൾ ഒരു ദിവസം 3 ഗ്യാങ് ആയിട്ട് നമ്മൾ സിറ്റുവേഷൻ ആവും. എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു ഗ്യാങ് ആയിട്ട് നമ്മൾ മാറാം. ഇങ്ങനെയാണ് പോണം. അത്
അത് വേണ്ടെന്നേ ഞാൻ പറയുള്ളൂ, മനസ്സിലായില്ലേ? പ്രോപ്പറായിട്ട് നമ്മുടെ അടുത്ത് ചൊറി എടുത്ത ഒരു ഗ്യാങ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ കാണുമ്പോഴത്തേക്ക് അതിന്റെ ബാക്കി റിവെഞ്ച് എടുക്കുന്ന സിറ്റുവേഷൻ എടുക്കുന്ന കുഴപ്പമില്ല. ഞാനത് എനിക്കത് ബാഡായിട്ട് തോന്നിയായിട്ട് പറഞ്ഞത് ആണോ? ഹലോ, ഇവര് ഓൾറെഡി വന്ന് ട്രിഗറിങ് സിറ്റുവേഷൻ ഉണ്ട്, ആ സമയത്ത് എടുക്കുന്നതാണ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അല്ലാതെ 10 ദിവസം കഴിഞ്ഞ് ഇപ്പൊ ടോക്കിയോട്ട് ഇന്നലെ ഒരു സിറ്റുവേഷൻ വന്നു, ഓക്കെ, നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ആ ഒരു ചൂടിൽ എടുക്കുമ്പോ ആ രീതിയിലായിരിക്കും എടുക്കാൻ പറ്റില്ല. 10 ദിവസം കഴിഞ്ഞ സിറ്റുവേഷൻ നമ്മൾ എടുക്കുമ്പോ അറിയാലോ, നമ്മളായിട്ട് റീസൺ ഉണ്ടാക്കി അങ്ങ് പോകേണ്ടി വരും. അപ്പൊ തന്നെ അതിൽ ഭയങ്കര മൊണ്ടിയായിട്ട് വരുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കര ഫീൽ ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഓഡിയൻസ് ആയിട്ടുള്ള കുറച്ച് ഒരു അടി കാണാൻ വേണ്ടി മാത്രം ഈ പിള്ളേരെ ലൈവിൽ പോയിട്ടിരുന്നിട്ട് വള്ളിയിട് എന്ന് പറയും. അവരെന്ത് ചെയ്യും? ആ മൈൻഡ് സെറ്റിൽ പോയി എടുക്കും. ഇതന്നെ അല്ല, അവർക്ക് ഷോ കോട്ടൊന്നും ആയിട്ടൊന്നും ഇല്ലെന്നാ ഞാൻ പറയണത്. മനസ്സിലായോ? അവർക്ക് പറഞ്ഞ് മനസ്സിലായപ്പോ അവർ മനസ്സിലായി, അത്ര തന്നെ. അല്ല, ഈ ചാറ്റിലുള്ളവരാണ് കിടന്ന് ഇതാക്കുന്നത്. ഞാൻ ഇപ്പോഴേ കഴിച്ച് ഒരു കാര്യം പറയാം കഴിച്ച്, ടിവി പണ്ട് പോലെ നമ്മൾ സിറ്റുവേഷൻ വരുന്നത് അനുസരിച്ചിട്ടാണ് എടുക്കണം. ഓക്കെ, ഈ ടോക്കിയോ ഇവന്മാരെല്ലാം ചൊറിഞ്ഞു, ഇപ്പൊ എന്നെ അടക്കം വന്ന് കൊന്നിട്ട് പോയി, എനിക്കും ദേഷ്യവും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതൊരു 10 ദിവസം കഴിഞ്ഞ് നമ്മൾ സിറ്റുവേഷൻ എടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു ഇതുണ്ടോ? നിങ്ങൾ തന്നെ പറ. എനിക്കത് കണ്ടിട്ട് അങ്ങനെ തോന്നി. മനസ്സിലായോ? ഒരു എടുക്കണമെങ്കിൽ അന്ന് തന്നെ എടുക്കാം. പക്ഷെ ഇവിടെ ഉള്ളവന്മാരാണെങ്കിൽ അന്ന് തന്നെ വരത്തില്ല, ഇരുന്ന് മൊണ്ടിയാക്കി ഇഴച്ച് ഇത്രയും സിറ്റുവേഷൻ ഇത്രയും ലോങ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ എടുക്കാത്തതുകൊണ്ടോ അല്ലല്ലോ, അവന്മാര് വരാത്തതുകൊണ്ടല്ലേ മെയിൻ. അതാണ് നമുക്ക് നല്ല രീതിയിലല്ല പോകാൻ പറ്റില്ല. അത് കണ്ട അണ്ണ പറഞ്ഞത് നല്ല കാര്യമാണ്. അതിലൊരു മോശമായിട്ട് ആർക്കും ഒന്നും ഒരു ബാഡ് അടിച്ചിട്ടില്ല, സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ. അല്ലെങ്കിൽ കണ്ടോണ്ടിരുന്ന പണ്ടത്തെ ഓഡിയൻസുകാരന് പറഞ്ഞ കാര്യം നന്നായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ആയത്. ചന്ദ്രൻ എന്താ തോന്നിയത്? ചന്ദ്രന് തോന്നിയല്ലേ? ഇന്ന് ഞാൻ സമയത്ത് പറഞ്ഞോളൂ, എനിക്ക് ഇത് കണ്ടിട്ട് ഗുണം വന്നേ. ഞാൻ മറ്റേ സ്നൈപ്പിന്റെ ബോർഡ് ഞാൻ പറഞ്ഞു, നിനക്കൊക്കെ മറ്റേ സിറ്റി പറഞ്ഞു, അല്ലാണ്ട് ചുമ്മാ വള്ളി എടുക്കൽ. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവന്മാരെ പറയണല്ല ഞാൻ. പക്ഷെ മൾട്ടിപ്പിൾ ഗ്യാങ് ആയിട്ട് അവന്മാര് ചുമ്മാ സിറ്റുവേഷൻ എടുക്കുക. സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സ്ലാപ്പ് ഉണ്ടല്ലോടാ, അത് പോയി വെറുതെ ഇട്ട് കൊടുക്കുക. അതടിച്ചിട്ട് അമ്മ ചോദിക്കത്തില്ലേ? ഇപ്പൊ നമ്മൾ കൊടുത്ത് വരുന്ന സ്ലാപ്പ് ഇട്ട് ഞാൻ ചോദിക്കത്തില്ലേ എന്തുണ്ട് അടിച്ചെന്ന് പറഞ്ഞ്. അപ്പൊ നമ്മള് ഒരു സൈഡ് മാത്രം ചിന്തിക്കാൻ പറ്റില്ല, രണ്ട് സൈഡ് ചിന്തിക്കണം. പിള്ളേരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം അവരെ മൈൻഡിൽ അങ്ങനെ വന്നിട്ടാണ് അവരും എടുക്കുന്നത്. അത് എനിക്ക് നല്ലപോലെ അറിയാം. പിന്നെ വേറെ അതായത് നമ്മളിപ്പോ ഇവന്മാരെ നമ്മളെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ചാറ്റ് എന്ന് പറഞ്ഞ ഇതാണ് ഇതല്ല നമ്മളെ, അല്ലെങ്കിൽ നമ്മുടെ ബോബോ ഇതല്ല, അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനല്ല, പഴയവനായിരിക്കണം കാണിച്ചത്. ഇത് തീരെ പരിപാടിയാണ്. നമ്മള് പറയുന്നത് മറ്റേ ബാഡ് ആക്കിയിട്ട് അവര് മറ്റേ തെറ്റ് ചെയ്താലും പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ജില്ലയിലുള്ള പിള്ളേര് എന്തെങ്കിലും ചെയ്താലും അത് തെറ്റാണെങ്കിലും കുഴപ്പമില്ല, ആ രീതിയിലായാലും വള്ളി എടുത്തോ അതും കുഴപ്പമില്ല, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഗ്യാങ് സിറ്റുവേഷൻ എടുത്തോ കുഴപ്പമില്ല, എന്നാലും അവർക്ക് വള്ളി കണ്ടാൽ മതി. അങ്ങനെ ഒരു മൈൻഡാണ് ഇപ്പം. ഞാൻ ഒരു കാര്യം പറയണ, സിറ്റിക്കകത്ത് നമ്മളെ പിള്ളേരെ തൊട്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചിലപ്പോ ഈ കണ്ണാപ്പി തന്നെ ഒരു വള്ളി എടുത്തു വെക്കും, അവന്റെ ഭാഗം ക്ലിയർ ചെയ്തിട്ടായിരിക്കും പറയണ ആള് നിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞപ്പോ ഞാനോട് സംസാരിച്ചോണ്ടിരിക്കല്ലേ. ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കണ്ണാപ്പി എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ലൈക്ക് ഇങ്ങനെ വന്ന് പറയുമ്പോ നമ്മൾ ഈ ഇവര് പറയുന്ന കാര്യം മാത്രം വിശ്വസിച്ചിട്ടാണ് നമ്മൾ പോയി ട്രിഗർ ആയിട്ട് സിറ്റുവേഷൻ ചെയ്യുന്നത് ഫുള്ളായിട്ട്. അപ്പൊ അതിന്റെ അകത്ത് മിസ്റ്റേക്ക് നമ്മളെ സൈഡിലും വരുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ഭാഗത്തിൽ നമ്മളെ സൈഡിലും മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ സത്യം പറയാൻ സർക്കണ്ണാണ് രണ്ട് സൈഡും കേട്ടിട്ട് സിറ്റുവേഷൻ എടുക്കണം. ഇപ്പൊ ചന്ദ്രൻ അതിനുശേഷം ചന്ദ്രനും രണ്ട് സൈഡ് കേൾക്കാൻ തുടങ്ങി. അതേപോലെ തന്നെയാണ് ഞാനും ഒരിടയ്ക്ക് രണ്ട് സൈഡ് കേൾക്കാം. അതിൽ കുറെ അമ്പികളും വരും, അതേപോലെ തന്നെ കുറെ ഇതും വരും. എടുത്ത് ചാടി ചെയ്യില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായമായിട്ടുള്ളത്. കാരണം രണ്ട് സൈഡ് കേട്ടിട്ട് എടുക്കുക എന്നുള്ള ഒരു ഡിസിഷൻ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇവന്മാര് വേറെ ആരെങ്കിലും പോയി വെക്കിട്ട് കയറാൻ തന്നെ ഇവന്റെ ക്യാരക്ടർ, നമ്മൾ അവന്റെ ക്യാരക്ടർ മാറ്റണമെന്ന് നമ്മൾ ഇവിടെ ആരും പറയാറില്ല. മനസ്സിലായോ? അവൻ അവന്റെ ക്യാരക്ടറിൽ കളിക്കുന്നുണ്ട്. പക്ഷെ ടിവിയെ വാർ എടുക്കുന്നുണ്ടെങ്കിൽ ന്യായമായിട്ടുള്ള കാര്യത്തിന് എടുക്കത്തുള്ളൂ. ഇന്നലെ തന്നെ ആയിരുന്നാലും വന്ന് കൊന്നിട്ട് പോയി. ഞാൻ ഇന്ന് എടുക്കാനാണ് ഇന്ന് ഈ സിറ്റിയിലകത്ത് ബാക്കി എല്ലാരും കയറുക. അവന്മാര് സിറ്റിയിലില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ പീസ് ഓണാക്കി കയറ്റാൻ പറ്റും? ഇല്ല. അപ്പൊ വരുന്ന സിറ്റുവേഷൻ എടുക്കാനല്ലേ പറ്റുള്ളൂ. ഇന്ന് അവര് വരാത്തോണ്ട് വേറൊരാളെ എടുക്കാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പോണവനെ വഴി പോണവനെ ചൊറിഞ്ഞിട്ട് പോയി എടുക്കാൻ പറ്റുമോ? ഇല്ല, അത് എടുക്കാൻ പറ്റില്ല. അവരായിട്ട് വന്നാലേ എടുക്കാൻ പറ്റത്തുള്ളൂ. എന്നാലേ ആ എടുക്കുന്ന സിറ്റുവേഷൻ ഒരു ഇതുള്ളൂ. അല്ലാതെ നമ്മളെ ടിവിയുടെ പവർ അങ്ങനെ ഇപ്പൊ 2-3 വാർ അടിച്ചില്ലെന്ന് പറഞ്ഞ ടിവിയുടെ പവർ ഒരിടത്തും പോകത്തൊന്നുമില്ല. മനസ്സിലായി? 2 വാർ തോറ്റാലും കുഴപ്പമില്ല. നല്ല സിറ്റുവേഷൻ വരും, നമ്മൾ അടിക്കും, അത് എടുത്ത് അത് ജയിക്കോ തോക്കോ നമ്മൾ അതനുസരിച്ചേ നിൽക്കുന്നുള്ളൂ. അല്ലാതെ വാറിന് സിറ്റുവേഷന് വേണ്ടിട്ട് ഇങ്ങനെ പോയി ചുമ്മാ പോയി സിറ്റുവേഷൻ എടുക്കാൻ പറ്റത്തില്ല.
ഞാൻ ഉണ്ടെങ്കിൽ പോയി എടുക്കും. അത് തന്നെ അത്ര 10-12 ദിവസം. നമുക്ക് അടിക്കണ്ടായിരുന്നാലും ആരും ഇത് വരത്തുള്ളൂ. അത് അണ്ണ പറഞ്ഞ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിട്ടില്ല അണ്ണ അതിന് ഷോക്ക് അടിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് കറക്റ്റ് കാര്യം തന്നെയാണ് പറഞ്ഞത്. അതിൽ ഒരു ഷോക്കും അണ്ണ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അണ്ണ അത് പറഞ്ഞത് കറക്റ്റ് സമയത്ത് തന്നെയാണ് പറഞ്ഞത്. അങ്ങോട്ട് പൊക്കാൻ അത് ഇനിയും ഇതായിട്ട് മോശമായിട്ട് പോകാത്തതിന് മുമ്പേ അണ്ണ പറഞ്ഞു. ഗുലാനെ